ഒരു മിനിമൽ ഇന്റീരിയർ ആണ് ആളുകൾ ചെയ്യലുള്ളൂ. കുറെ വലിച്ചു വാരി ചെയ്യാറില്ല, കുറെ ജിപ്സം ചെയ്യാറില്ല. പിന്നെ ഇന്റീരിയർ എന്ന് വെച്ചാൽ കുറെ പ്ലൈവുഡ് മൈക്കും ചെയ്യലും കുറെ പറകോളുകൾ വെക്കില്ല എന്നുള്ള കാഴ്ചപ്പാടുകൾക്ക് ആളുകൾക്ക് തന്നെ മാറി തുടങ്ങി. പിന്നെ പിൻട്രസ്റ്റിൽ നിന്ന് കുറെ 5-10 ഫോട്ടോ എടുക്കും, എന്നിട്ട് പറയും ഡിസൈൻ ചെയ്യാൻ ഒരു 30,000 രൂപ സ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു 50,000 രൂപ സ്പെൻഡ് ചെയ്യാതെ അതൊക്കെ മാച്ച് ചെയ്തിട്ട് ഓരോ റൂമിൽ കൊണ്ടുവയ്ക്കും. അത് ഓരോ വീട്ടില് ആരോ ചെയ്തു വെച്ചാണ് അളവില്. ഓരോ വീടുകളുടെ എടുത്തിട്ട് ഏറ്റവും നല്ല റെൻഡർ ചെയ്തിട്ടുള്ള പിക്ചറുകളാണത്. നമ്മുടെ വീട്ടിലേക്ക് അത് ഒരിക്കലും മാച്ച് ആവില്ല. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏത് ഇന്റീരിയർ ആണ് അനുസരിച്ചിട്ട് അതിങ്ങനെ ഫോളോ ചെയ്തിട്ട് ആ കളർ ഫോളോ ചെയ്തിട്ട് കൊണ്ടുപോകണം. എങ്കിലാണ് വീട് മൊത്തത്തിൽ ഒരു വീടാവുള്ളൂ. അല്ലെങ്കിൽ പല വീടിന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു സ്റ്റുഡിയോ പോലെ ആയിരിക്കും. നമ്മൾ ഫോട്ടോ എടുക്കാൻ വെച്ച സാധനം പോലെ ആയിരിക്കും ഉണ്ടാവുക. സിനിമയുടെ സെറ്റൊക്കെ പോലെ വീട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ആ വീട് മൊത്തത്തിലല്ലേ നമ്മൾ കാണുന്നത്, 3 ഡയമെൻഷനിലാണ് കാണുന്നത്. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുത്താൽ കിട്ടണതല്ല ആവേണ്ടത് വീട്. നമ്മൾ മൊത്തം വരച്ചെടുത്തിട്ട് ആ ഒരു കളർ ഫോളോ ചെയ്തിട്ട് പോകണം. നമ്മൾ പറയപ്പോഴും ഒരു 60-30-10 റൂള് മനസ്സിലുണ്ടാവണം. ഒരു മെയിൻ കളർ എപ്പോഴും ഒരു 60%, സെക്കൻഡറി കളർ ഒരു 30%, പിന്നെ ഒരു ആക്സെന്റ് കളർ 10%.